ഞാൻ എന്താണെന്നറിയാം ഈ വായിലിട്ട് ചവയ്ക്കുന്നത്. എൻ്റെ തൊട്ട് ബാക്കിൽ നിൽക്കുന്ന ചെടി നോക്കിയേ, കുറച്ചവർക്കൊക്കെ അറിയാൻ പറ്റും. ഇതാണ് നമ്മുടെ മിറാക്കിൾ ഫ്രൂട്ട്. അപ്പോൾ ഇന്നലെ ഞാൻ ദീപചേച്ചിയുടെ വീട്ടിൽ പോയപ്പം അവരെ മുറ്റത്ത് ഒരു വലിയൊരു മിറാക്കിൾ ഫ്രൂട്ട് നിൽപ്പുണ്ട്. വലുതെന്ന് വെച്ചാൽ മിറാക്കിൾ ഫ്രൂട്ട് ഒരുപാട് പൊങ്ങി പോകത്തില്ല, നമ്മുടെ ഇങ്ങനെ പടന്ന് കിടക്കും. നമുക്കത് ഇങ്ങനെ കൈ എത്തി തന്നെ പറിക്കാം. ഇല കാണാൻ പറ്റാത്ത വിധം നിറച്ച് കാ പിടിച്ച് കിടപ്പുണ്ട്. ഇനി അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് പറയാം. മിറാക്കിൾ ഫ്രൂട്ട് എന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഈ ചുമന്ന കളറ് പഴം, ചുവപ്പ് കളറാകുമ്പോൾ ഈ പഴം എടുത്ത് കഴിക്കണം. നല്ല മധുരമാണ്. വായിലിട്ട് ഉഴപ്പി കഴിച്ചിട്ട് പിന്നെ നമുക്ക് ആ അരി അങ്ങ് തുപ്പിക്കളയണം. തുപ്പിക്കളഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ പുളിയുള്ള എന്ത് കഴിച്ചാലും, പുളിയുള്ള മോരാവട്ടെ, തൈരാവട്ടെ, പച്ചമാങ്ങയാവട്ടെ, പുളിയുള്ള എന്ത് കഴിച്ചാലും പിന്നെ നമ്മുടെ വായിൽ കുറേ നേരത്തേക്ക് നല്ല മധുരമാണ്. പുളിയുള്ള കൊട്ട പുളിയുള്ള മാങ്ങയൊക്കെ എടുത്ത് നമുക്ക് നല്ല മധുരത്തിൽ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ചവച്ച് കഴിക്കാം. അപ്പം വായിക്ക് ഒരു മധുര രസമാണ്. അപ്പോൾ ഇതാണ് മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അവരോട്ട് ഇഷ്ടം പോലെ നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചൊരു പിടി ഇങ്ങനെ എൻ്റെ കയ്യിലെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് കുട്ടികൾക്ക് കൊടുത്ത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.